ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഡീകമ്പോസിഷൻ എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, ഡീകമ്പോസിഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഡീകമ്പോസിഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഒരു ടേബിളിനെ ഡിവൈഡ് ചെയ്ത് രണ്ടോ അതിലധികമോ സബ് റിലേഷൻസ് ആക്കുന്ന പ്രോസസ്സിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ മെയിനായിട്ടും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അതായത് ഒരു ടേബിളിലുള്ള റിഡൻഡൻസിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീകമ്പോസിഷൻ ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ടൈപ്സ് ഓഫ് ഡീകമ്പോസിഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദേ ആർ ലോസ്ലെസ് ഡീകമ്പോസിഷൻ ആൻഡ് ലോസി ഡീകമ്പോസിഷൻ. ഫസ്റ്റ് വൺ ഈസ് ലോസ്ലെസ് ഡീകമ്പോസിഷൻ. ലോസ്ലെസ് ഡീകമ്പോസിഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷനെ ഡീകമ്പോസ് ചെയ്ത് രണ്ട് റിലേഷൻസ് ആക്കുന്നു, R1 ആൻഡ് R2. അതിനുശേഷം ഈ രണ്ട് റിലേഷനെയും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഒരു ഒറിജിനൽ റിലേഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡീകമ്പോസിഷനെയാണ് ലോസ്ലെസ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ജോയിൻ എന്ന് പറയുന്നത് നാച്ചുറൽ ജോയിൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് R എന്ന് പറയുന്ന ഒരു റിലേഷനെ ഡീകമ്പോസ് ചെയ്ത് R1, R2 എക്സെട്ര Rn എന്ന് പറയുന്ന സബ് റിലേഷൻസ് ആക്കുന്നു. അതിനുശേഷം R1 നാച്ചുറൽ ജോയിൻ, R2 നാച്ചുറൽ ജോയിൻ, R3 നാച്ചുറൽ ജോയിൻ എക്സെട്ര Rn, ഇത്രയും റിലേഷനെ നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ തിരിച്ച് ആ ഒരു ഒറിജിനൽ റിലേഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡീകമ്പോസിഷനെയാണ് ലോസ്ലെസ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിൾ നാച്ചുറൽ ജോയിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ R എന്ന് പറയുന്ന ഈ ഒരു റിലേഷനെയാണ് ഡീകമ്പോസ് ചെയ്ത് R1, R2 എന്ന് പറയുന്ന രണ്ട് റിലേഷൻസ് ആക്കിയിരിക്കുന്നത്. സോ R1ന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ABയും R2വിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് BCയുമാണ്. ഇനി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ R1നെയും R2നെയും നമ്മൾ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഒരു ഒറിജിനൽ റിലേഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡീകമ്പോസിഷനെയാണ് ലോസ്ലെസ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ നാച്ചുറൽ ജോയിൻ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് പ്ലസ് സം കണ്ടീഷൻ. അതായത് നാച്ചുറൽ ജോയിൻ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് പ്ലസ് കണ്ടീഷൻ ആണ്. ആദ്യം രണ്ട് റിലേഷൻ തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് ആ ഒരു ക്രോസ് പ്രോഡക്റ്റ് റിലേഷനിൽ എന്തെങ്കിലും കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ജോയിൻ കിട്ടും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം R1ഉം R2ഉം തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് കാണുന്നത്? അതായത് R1ലുള്ള ഓരോ റോസും ഈ R2ലുള്ള എല്ലാ റോസുമായിട്ടും മാച്ച് ചെയ്യുക. സോ ഇവിടെ എങ്ങനെയാണ്? ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് റോ എടുക്കുകയാണ്. അതായത് 1, 2 എന്ന് പറയുന്ന റോ എടുക്കുകയാണെങ്കിൽ 1, 2, 2, 1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റോ. 1, 2, 5, 3 എന്ന് പറയുന്നതാണ് സെക്കൻഡ് റോ. 1, 2, 3, 3 എന്ന് പറയുന്നതാണ് തേർഡ് റോ. അടുത്തത് ഈ ഒരു 2, 5 എന്ന് പറയുന്ന റോസ് എടുത്തിട്ട് ഈ മൂന്ന് റോസുമായിട്ടും മാച്ച് ചെയ്യുക. സോ അങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെന്ന്. ഇനി രണ്ട് റിലേഷനുകൾ തമ്മിലുള്ള നാച്ചുറൽ ജോയിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു കോമൺ ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നാച്ചുറൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ B എന്ന് പറയുന്ന ഒരു കോമൺ ആട്രിബ്യൂട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രോസ് പ്രോഡക്റ്റ് റിലേഷനിൽ നിന്നും ബിയുടെ വാല്യൂസ് സെയിം ആയിട്ടുള്ള റോസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു ഫസ്റ്റ് റോ എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ രണ്ട് വാല്യൂം സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് റോ എടുക്കുക. സെക്കൻഡ് റോ ഡിഫറൻ്റ് ആണ്, തേർഡും ഡിഫറൻ്റ് ആണ്. ഇനി സെയിം ആയിട്ട് വരുന്നത് ഈ ഒരു റോ സെയിം ആണ്. ഇവിടെ 5ഉം 5ഉം ആണ്. നെക്സ്റ്റ് ഈ ഒരു 3ഉം 3ഉം ഈ ഒരു റോയും സെയിം ആണ്. സോ ഈ സെയിം ആയിട്ട് കിട്ടുന്ന റോസ് മാത്രം നമുക്ക് ഇങ്ങോട്ടെടുത്ത് എഴുതാം. അതായത് R1 എന്ന് പറയുന്ന റിലേഷനെയും R2 എന്ന് പറയുന്ന റിലേഷനെയും നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിലേഷനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു റിലേഷനും നമ്മുടെ ഒറിജിനൽ റിലേഷനും സെയിം ആണ്.
സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ലോസ്ലെസ് ആണ്. എന്നാൽ ഒരു റിലേഷനെ നമ്മൾ എന്തിന്റെ ബേസിലാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? അതായത് ഒരു റിലേഷനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അത് ലോസ്ലെസ് ഡീകമ്പോസിഷൻ ആകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കണ്ടീഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്? സോ കണ്ടീഷൻ 1 എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ബോത്ത് ദ സബ് റിലേഷൻ മസ്റ്റ് കണ്ടെയ്ൻ ഓൾ ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ദ ഒറിജിനൽ റിലേഷൻ. അതായത് R എന്ന് പറയുന്ന ഒരു റിലേഷൻ അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് A, B, C എന്നാണെങ്കിൽ ഈ ഒരു റിലേഷനെയാണ് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് R1ഉം R2ഉം ആക്കുന്നത്. R1ന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് A, B എന്നും R2ന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് B, Cയുമാണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ രണ്ട് സബ് റിലേഷന്റെയും യൂണിയൻ എടുക്കുക. R1 യൂണിയൻ R2 എടുക്കുമ്പോൾ R തന്നെ കിട്ടണം. അതായത് R1ന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് A, Bയും R2വിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് B, Cയുമാണ്. സോ ഇതിന്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് Rന്റെ അതേ ആട്രിബ്യൂട്ട്സ് തന്നെ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഒബേ ചെയ്തെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഇന്റർസെക്ഷൻ ഓഫ് ബോത്ത് ദ സബ് റിലേഷൻ മസ്റ്റ് നോട്ട് ബി നൾ. അതായത് ഇവിടെ നമ്മൾ കണ്ടു R എന്ന് പറയുന്ന റിലേഷനെയാണ് R1ഉം R2ഉം ആക്കുന്നത്. സോ R1ന്റെയും R2വിന്റെയും ആട്രിബ്യൂട്ട്സിന്റെ ഇന്റർസെക്ഷൻ എടുക്കുക. അതായത് R1ന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് A, B ആണ്. R2വിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് Bയും Cയുമാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നൾ വാല്യൂ കിട്ടാൻ പാടില്ല. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടോ ഒന്നിലധികം ആട്രിബ്യൂട്ടോ കോമൺ ആയിട്ട് വരണം. സോ ഇവിടെ എന്താണ് R1 ഇന്റർസെക്ഷൻ R2 എടുക്കുമ്പോൾ നമുക്ക് നൾ വാല്യൂ അല്ല കിട്ടുന്നത്. ഇവിടെ എന്താണ് B എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ കണ്ടീഷനും ഒബേ ചെയ്തു. ഇനി തേർഡ് കണ്ടീഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ കണ്ടു R1 എന്ന് പറയുന്ന റിലേഷനും R2 എന്ന് പറയുന്ന റിലേഷനും തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്തപ്പോൾ നമുക്ക് എന്താണ് ഒരു കോമൺ ആട്രിബ്യൂട്ട് കിട്ടി. B എന്ന് പറയുന്ന ഒരു കോമൺ ആട്രിബ്യൂട്ട് കിട്ടി. ഈ കോമൺ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ R1ന്റെ കീ ആയിരിക്കണം അല്ലെങ്കിൽ R2വിന്റെ കീ ആയിരിക്കണം. സോ ഈ ഒരു 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു ലോസ്ലെസ് ഡീകമ്പോസിഷൻ ആകൂ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡീകമ്പോസിഷൻ എല്ലായ്പ്പോഴും ലോസി ഡീകമ്പോസിഷൻ ആയിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.